ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, മുത്തഅല്ലിമുകൾ, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് സനദ് വാങ്ങിപ്പോകുന്ന മുത്തഅല്ലിമുകൾ, മറ്റ് എല്ലാ ജനങ്ങളോടും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എനിക്ക് അല്ലാഹു തആല ഒരു രോഗം തന്നു. പക്ഷേ മുഅ്മിനീങ്ങൾ ധാരാളമായി ദുആ ചെയ്തു. എത്രയോ ഉമ്മമാര് നോമ്പ് നോറ്റുകൊണ്ട് ദുആ ചെയ്തു. ഖത്മുൽ ഖുർആൻ ചെയ്തുകൊണ്ട് പലരും ദുആ ചെയ്തു. മുത്തഅല്ലിമീങ്ങൾ എല്ലാം അല്ലാഹുവിനോട് പറഞ്ഞു. അങ്ങനെ ധാരാളം ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ആ രോഗം ശിഫയായി കിട്ടി. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായി നിങ്ങളൊക്കെ ഓതുന്ന ആയത്താണ്, വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ അല്ലാഹുവാണ് എനിക്ക് ശിഫ തരുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുക്കുന്നു, അത് ശിഫയും കൊടുക്കുന്നു. മറ്റ് ഒരു മഖ്ലൂക്കിനെ കൊണ്ട് അത് ശിഫയാക്കാനും ഇല്ലാതെയാക്കാനും കഴിയുകയില്ല. ചിലപ്പോൾ ചില രോഗികൾ ആ ഡോക്ടറാണ് എന്നെ സുഖപ്പെടുത്തി തന്നത് എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറെ ചൂണ്ടിക്കൊണ്ട് പറയും. അല്ലെങ്കിൽ ഏലപ്പായ മെഡിക്കൽ കോളേജ് ആണ് എനിക്ക് സുഖപ്പെടുത്തി തന്നത് എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സുഖമാക്കുന്നത്. പക്ഷെ അതിന് ഈ ഡോക്ടർ കാരണമായി, ഈ ആസ്പത്രി കാരണമായി, മെഡിക്കൽ കോളേജ് കാരണമായി എന്ന് മാത്രമേ ഒരു മുഅ്മിനായ മനുഷ്യൻ പറയുമ്പോൾ അതിന് അർത്ഥം കൊടുക്കുകയുള്ളൂ. ഡോക്ടർക്ക് മാറ്റാൻ കഴിവില്ല, മെഡിക്കൽ കോളേജിന് മാറ്റാനുള്ള കഴിവില്ല. സുബ്ഹാനല്ലാഹ്, എനിക്ക് രോഗം തുടങ്ങിയ അന്ന് തന്നെ എൻ്റെ രോഗം പോലെ രോഗം വന്ന ഒരാൾ, അയാൾക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ധാരാളം ഡോക്ടർമാരുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ വലിയ വലിയ ഡോക്ടർമാർ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടും ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല, തെളിഞ്ഞിട്ടില്ല. അതേ സമയത്ത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധവും അറിവുമെല്ലാം തന്നു. ഇപ്പോഴും ഞാൻ
സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കാറുണ്ട്. അതുപോലെ തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. വളരെയധികം കിതാബുകൾ ഞാൻ ദർസ് നടത്താറുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആണ്. ആ തൗഫീഖിന് കാരണം മഹാന്മാരായ ആളുകളുടെ പൊരുത്തവും അവരുടെ ദുആയും. നേരത്തെ താജുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അവർ ഒരു വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നല്ലാതെ അതിനെതിര് പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഹൃദയത്തിൽ വിനീതനായ ഞാൻ ഉണ്ടായി എനിക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്തു. അതുപോലെ ഇവിടുത്തെ ഖാദി പിന്നീട് തങ്ങൾക്ക് ശേഷം ഖാദിയായിരുന്ന സയ്യിദ് കോയമ്മ ഫضل തങ്ങൾ പുറത്തു സാദാത്ത് വളരെ ചുരുങ്ങിയ കാലമാണ് ഇവിടെ ഖാദിയായി ജീവിച്ചിരുന്നത്. അദ്ദേഹവും ഏത് വിഷയമുണ്ടെങ്കിലും ഞാനുമായി ചർച്ച ചെയ്ത് മാത്രമാണ് തീരുമാനം പറയുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആ സാദാത്തുക്കളുടെ പൊരുത്തവും അവരുടെ ദുആയും മാത്രമാണ് നമുക്ക് ഉള്ളത്. ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദ് അബൂബക്കർ മദഊരി, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവർകൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥനും ഷെയ്ഖും ഇവിടുത്തെ മേധാനിയിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും വെളിവാക്കാൻ ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹയാത്ത് കാലത്ത് അവിടുത്തെ ദർജ ആർക്കും മനസ്സിലായില്ല. മൗത്തിൻ്റെ ശേഷവും അത് വേറെ ആരും അറിയേണ്ടതില്ലെന്ന് അവർ ഉദ്ദേശിച്ചതുപോലെ നിൽക്കുന്നു. ഈ സ്റ്റേജിൻ്റെ ഇടത് ഭാഗത്താണ് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടത്. CM വലിയുള്ളാഹിയുടെ ഷെയ്ഖ്. ഞാൻ പറയുന്നത് നമ്മുടെ കോളേജും നമ്മുടെ സ്ഥാപനങ്ങളും എല്ലാം മഹാന്മാരായ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ മാർഗം പിൻപറ്റി അവർ പഠിപ്പിച്ചത് ഇവിടെ പഠിപ്പിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. എനിക്ക് നീണ്ട സമയം ഇരിക്കാനും പറയാനും എല്ലാം ബുദ്ധിമുട്ടാണ്, സുഖമില്ലാത്തതുകൊണ്ട്. ഈ ചൂട് സഹിക്കാനും പാടില്ല. ഏതായാലും രണ്ട് വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ അത്തായിലായത്തിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുപ്രസിദ്ധമായ ഈ കമ്മിൽ
പറയുന്ന ഒരു വാക്ക്, അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ വഅർവാഹുഹാ വജൂദു സിറിൽ ഇഖ്ലാസ്. ഇവിടെ കൂടി മുഴുവൻ ജനങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. എന്താ ഇവിടെ പറഞ്ഞത്? നമ്മുടെ അമലുകൾ എല്ലാം വെറും പ്രതിമകൾ മാത്രമാണ്. പ്രതിമകൾക്ക് ജീവനില്ലെങ്കിൽ ആരും അതിനെ പേടിക്കുകയില്ല. എന്നാൽ നമ്മളുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ അത് വെറും പ്രതിമകളാണ്. അർവാഹുഹാ, അതിൻ്റെ ആത്മാവ്, റൂഹ്, വജൂദു സിറിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറയുന്ന ആ രഹസ്യം ഉണ്ടായിരിക്കലാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കലാണ് അതിൻ്റെ റൂഹ്. നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹുവിൻ്റെ പൊരുത്തം അതിൽ കരുതി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നാം ചെയ്യുമോ അത് ജീവനുള്ളതായി മാറുകയും അത് ഫലപ്രദമാവുകയും ചെയ്യും. അത് എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾക്കെല്ലാം അടുത്ത സമയത്ത് ഈ ലോകത്തോട് യാത്ര പറയാനുള്ളവരാണല്ലോ. നമുക്കെല്ലാം ഈ ലോകത്തോട് യാത്ര പറയണം. മരിക്കാതെ ഇവിടെ ഒരൊറ്റ മനുഷ്യനും ജീവിക്കുകയില്ല, ജീവിച്ചിട്ടും ഇല്ല. ജീവിച്ചിട്ടുള്ളവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് മരിക്കും. അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു. മൗത്ത് എന്നത് ഒരു കവാടമാണ്. വകുല്ലുൻ നാസി ദാഖിലുഹു. എല്ലാ മനുഷ്യരും ആ കവാടത്തിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഹാദിറായ മുഴുവൻ ജനങ്ങളോടും, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പഠിച്ച് ഗീതമായി പോകുന്ന മുത്താലിമീങ്ങളോടും, എല്ലാ നേതാക്കളോടും, സാധാരണക്കാരോടും എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ഉണ്ടാവണം. ആ പൊരുത്തമനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ കുട്ടികൾക്ക് സനദ് കൊടുക്കുന്നു. സനദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദ്മാർ അങ്ങനെ അവരിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിയ ഇൽമ്, അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നാം കൊടുക്കുന്നത്. അത് അമൽ ചെയ്യുമ്പോൾ ഈ മുത്താലിമീങ്ങൾക്ക് എപ്പോഴും ബറക്കത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഉള്ളാൾ സയ്യിദ് മദനി തങ്ങളുടെ ഈ മഖാമ് അല്ലാഹു തആല ഇവിടെ ആക്കി തന്നത് തന്നെ നമുക്ക് അടികൂടാനല്ല, നമുക്ക് വേറെ ഒന്നും ഭൗതികമായി സമ്പാദിക്കാനല്ല, മറിച്ച് ഇൽമ് വർദ്ധിപ്പിക്കുകയും ആലിമീങ്ങളെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യലാണ്. പിന്നെ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഭൗതികമായ അറിവ് അത്യാവശ്യം നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് അതില്ലാതെ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ കണക്കനുസരിച്ച് ഭൗതികമായ വിദ്യാഭ്യാസവും നമ്മുടെ ഭാവി തലമുറകൾക്ക്
നമ്മൾ കൊടുക്കുന്നു. അത് റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ, ഞങ്ങൾക്ക് ദുനിയാവിലും ഗുണം തരണം, ആഖിറത്തിലും ഗുണം തരണമെന്ന് ദുആ ചെയ്യാനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതനുസരിച്ചാണ് നമ്മളിവിടുത്തെ ദുനിയാവിലെ അറിവും അതിൻ്റെ നേട്ടങ്ങളുമെല്ലാം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തത്. ആഖിറമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ളാൾ താജുൽ ഉലമ മഹാനവറുകളുടെ മകനാണ് എൻ്റെ ഇടത്ത് ഭാഗത്ത് ഇരിക്കുന്നത്. അവരും അവരുടെ പരമ്പരയും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അവർ ഇൽമിൻ്റെ പ്രവർത്തകരായി നിലനിൽക്കും. ഈ ഉറൂസ് ഇപ്പോൾ ഇവിടെ വലിയ ഉറൂസ് നടത്തുന്നു. താജുൽ ഉലമയുടെ ഉറൂസ് വളരെ വലുതായിട്ട് ആ നാട്ടുകാർ നടത്തുന്നു. സെപ്റ്റംബർ 11, 12, 13 ഈ ദിവസങ്ങളിൽ താജുൽ ഉലമയുടെ ഉറൂസ് നടത്തുന്നു. എല്ലാ ഉറൂസിലും നമ്മുടെ ലക്ഷ്യം ഇൽമ് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, അത് മാത്രമാണ്. അല്ലാഹു തആല അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും സയ്യിദന്മാരെ പ്രിയം വെക്കാനും തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ.